നമുക്ക് ഇന്നതിലെ ഡൗട്ട്സ് ആണ് ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഡൗട്ട്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഷിനോയ് ബിനോയ് നിങ്ങൾ ചെയ്തിരുന്നോ? എന്നെ എന്തായിട്ട് വല്ല ഡൗട്ട്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പറയാം, അത് ഞാൻ ചെയ്തു വിടാം ആദ്യം. അവസാനത്തെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, 11 12. അതിന്റെ മെത്തേഡ് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ഓക്കെ, അത് ഞാൻ ചെയ്തു. ഓക്കെ, അപ്പൊ ബാക്കി ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായി ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ചുമ്മാ വെറുതെ ഒന്ന് ചെയ്തു വിടാം. ഫോർ എക്സാമ്പിൾ ഇപ്പം 10ാമത്തെ ചോദ്യം ആയിക്കോട്ടെ. 7, 8, 9, 10 എല്ലാം ഒരേ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അതായത് 11.2 ചോദ്യങ്ങളാണ് കേട്ടോ. അതിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഒരേ മോഡലാണ്, ഏകദേശം സിമിലർ ആണ്. ബട്ട് ഇതിനകത്ത് വെർട്ടെക്സ് തരും. വെർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതിനെ കുറിച്ച് ആദ്യം അറിയണം, എന്നാലാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റും. വെർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരബോള പാസ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ വെർട്ടെക്സ് എന്ന് വിളിക്കുക. ഈ ഒരു പോയിന്റിനെയാണ് വെർട്ടെക്സ് എന്ന് വിളിക്കുക. അതേപോലെ തന്നെ നമുക്ക് അറിയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഡയറക്ട്രിക്സ്. അപ്പൊ വെർട്ടെക്സ് 6,0 എന്നൊക്കെ വെർട്ടെക്സ് 0,0 പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അർത്ഥം. അപ്പൊ ഫോക്കസ് എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് സർട്ടൈൻ ലൈക്ക് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും ഫോക്കസ്. ഫോക്കസ് 3,0 അപ്പൊ ഇവിടെ -3 പാസ് ചെയ്യുന്നത്. അപ്പോൾ x=-3 ആയിരിക്കും ആ ഒരു ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ. x=-3 ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ പാരബോളിന്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y². ഇതിനകത്ത് ഏത് ആക്സിസിനാണോ പാരബോള സിമെട്രിക് ആവുന്നത്, ഇപ്പോൾ എക്സ് ആക്സിസിനാണ് സിമെട്രിക് ആവുന്നത്, എക്സ് എല്ലാ സമയത്തും പോസിറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം അവിടെ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y²=4ax എന്നായിരിക്കും. അതും റൈറ്റിലേക്ക് ഇങ്ങനെയുള്ള പാരബോളിന് y²=4ax എന്നായിരിക്കും. ഇനി എക്സ് എല്ലാ സമയത്തും പോസിറ്റീവ് ആവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഇതാണ് y²=4ax. ഇനി y എപ്പോഴും പോസിറ്റീവ് ആണെങ്കിൽ x²=4ay അങ്ങനെ ആയിരിക്കും. അപ്പൊ പാരബോള മൊത്തത്തില് യു ആയിരിക്കും, മുകളിലേക്ക്. ഇപ്പൊ ഇത് എത്രയേ ഉള്ളൂ. പിന്നെ ഇതിന്റെ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് എയുടെ വാല്യൂ അറിയാം, അതുകൊണ്ട് a 3 ആണ്. 4 × 3 × x, ഇപ്പൊ 12x എന്ന് കിട്ടും. y²=12x. ഇങ്ങനെയാണ് പാരബോളിന്റെ ഇക്വേഷൻസ് നമ്മൾ എഴുതുക. y² എന്താണ് ഇവിടെ വരുന്നത്, y²=12x. ഓക്കെ, അതാണ് സംഭവം. സോ അത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് പാരബോളിന്റെ ഇക്വേഷൻ എഴുതിയത്. അപ്പോ നോട്ട് ഇറ്റ്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഇത് എങ്ങനെയാണെന്നുള്ളത് അറിയാം. ചിലപ്പോൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്മട്രിക് ടു y ആക്സിസ് ആണ്. അപ്പൊ x²=4ay. കാരണം x², എക്സിന് പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂ കൊടുക്കാം, പക്ഷെ കിട്ടുന്ന ആൻസർ y എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ളതിന് വെർട്ടെക്സ് നേരെ തിരിച്ചായിരിക്കും. ഫോക്കസ് ഇപ്പൊ 6, ഫോക്കസ് ഇപ്പോ 0,6 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്ന് വിചാരിക്കും, 0,6 ആണ് അതിന്റെ. അപ്പോൾ ഇവിടെ ഡയറക്ട്രിക്സ് x=-6 സോറി, എക്സ് അല്ല, ഇവിടെ വരുന്ന സമയത്ത് y=-6 y എപ്പോഴും -6 ആയിരിക്കും. പാരബോളിന്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? പാരബോളിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x²=4ay എന്നാണ്. അപ്പൊ ആ എയുടെ സ്ഥാനത്ത് 6 കൊടുക്കുക. അപ്പൊ x² = 4 × 6 × y ആയിരിക്കും, 24y എന്നായിരിക്കും. ഇങ്ങനെയാണ് ഇക്വേഷൻ എഴുതുക. ഇനി ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 11ാമത്തെ ക്വസ്റ്റ്യനും 12ാമത്തെ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 11ഉം 12. നോട്ട് ഇറ്റ്, വെരി ഇമ്പോർട്ടന്റ്. ഇതില് വെർട്ടെക്സ് തന്നിട്ടുണ്ട് ചോദ്യത്തിനകത്ത്. വെർട്ടെക്സ് ഓൾറെഡി ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. വെർട്ടെക്സ് എന്ന് പറയുന്നത് എന്താണ്? 0,0 തന്നിട്ടുണ്ട്. ആക്സിസ് ഇസ് അലോങ്, വിനായക് വെൽക്കം. നമ്മൾ 10ഉം 11ഉം 12 ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് വെർട്ടെക്സ് തന്നിട്ടുണ്ട്, പാസ് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുണ്ട്. ആക്സിസ് ഈസ് അലോങ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും? ആക്സിസ് ഈസ് അലോങ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും.
ഈ രണ്ട് രീതിയിലായിരിക്കും. വെർട്ടെക്സ് 0,0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ് പോയിന്റിലൂടെയാണ്. ഒന്നില്ല ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പൊ സിമ്മട്രി അത്രേ പറഞ്ഞിട്ടുള്ളൂ. ആൻഡ് പാസിംഗ് ത്രൂ 2,3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏത് കളയാൻ പറ്റും? 2,3 പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതല്ല, ഇത് മാത്രമേ ഉണ്ടാവും. അല്ലെ? ക്ലിയർ അല്ലേ? കോൺസെപ്റ്റ് കിട്ടിയ? 2,3 പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റൈറ്റ് ഓപ്പൺ ആയിരിക്കും, ഇങ്ങോട്ടേക്ക് ഒരിക്കലും വരത്തില്ല, ഈ ലെഫ്റ്റ് സൈഡിലോട്ട് വരത്തില്ല. ക്ലിയർ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോക്കസ് നമുക്ക് അറിയത്തില്ല, ഡയറക്ട്രിക്സ് ഒന്നും അറിയത്തില്ല, ഇക്വേഷൻ ഒന്നും അറിയത്തില്ല. സോ നമ്മൾ ഇവിടെ ഒരു ലൈൻ വരയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് ഏതാണെന്നൊന്നും അറിയത്തില്ല. ബട്ട് അതെങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു -a എന്നുള്ള രീതിയിലായിരിക്കും. ഈ പറഞ്ഞ എയും അറിയില്ല, പോയിന്റ് അറിയത്തില്ല. ബട്ട് വി നോ ഇറ്റ്സ് വിൽ ബി ലൈക്ക് വാട്ട്, ഇതിൽ എല്ലാ സമയത്തും എക്സ് പോസിറ്റീവ് ആണ്. എക്സ് പോസിറ്റീവ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? y² = 4ax എന്നുള്ള രീതിയിലായിരിക്കും ഇക്വേഷൻ വരും. എക്സിന് എപ്പോഴും പോസിറ്റീവ് വാല്യൂസ് ആയി കിട്ടത്തുള്ളൂ, ബിക്കോസ് ഇറ്റ്സ് ഓൺ ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസിലാണ് സിമെട്രിക് ആയിട്ട് കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് കിടക്കുന്നത്. സോ നമുക്ക് പോയിന്റ് അറിയാം, പാസ് ചെയ്യുന്ന പോയിന്റ്. y 3 ആണെങ്കിൽ x 2 ആണ്. 2 3 2 3. സോ 4a × x 2 കൊടുക്കും. അപ്പൊ നമുക്ക് എയുടെ വാല്യൂ കിട്ടും. അപ്പൊ 4a 8a = 3 എന്ന് കിട്ടും. a = 3/8 എന്ന് കിട്ടും. എയുടെ വാല്യൂ നമുക്ക് കിട്ടും. എയുടെ വാല്യൂ നമുക്ക് കിട്ടും. എ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സിമ്പിൾ ആണ്, ഇക്വേഷനിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഇക്വേഷൻ ആയി. എയുടെ വാല്യൂ 3/8 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്ട്രിക്സ് ഇവിടെ ഞാൻ വട്ടോട്ട് വെച്ച ആ ഒരു ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെയാവും? x = -a ആയിരുന്നു. a എന്ന് പറയുന്നത് 3/8 ആണ്, -3/8 ആവും. ആൻഡ് ഇക്വേഷൻ എന്താവും? y² = 4ax എന്നാണ്. എക്ക് വാല്യൂ ജസ്റ്റ് കൊടുക്കാം. എത്രയാണ്? 4 × 8/3 3/8 × x എന്ന് വരും. അപ്പൊ ആൻസർ എത്ര വരും? ഇവിടെ 2 എന്ന് വരും. 3/2x എന്ന് വരും. y² = 3/2x. ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള പാരബോളയുടെ ഇക്വേഷൻസ് കണ്ടുപിടിക്കുക. ക്ലിയർ ആണോ? ക്ലിയർ? ഇനി അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വെർട്ടെക്സ് തന്നിട്ടുണ്ട്, പാസ് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുണ്ട്, സിമ്മട്രിക് ടു y ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പാരബോള എങ്ങനെയായിരിക്കും? സിമ്മട്രിക് ടു y ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരബോള യു ഷേപ്പ് ആയിരിക്കും. അതായത് ഇങ്ങനെ ആയിരിക്കും. ഇതാണ് പ്രത്യേകത. പാരബോള സിമ്മട്രിക് ടു y ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരബോള യു ഷേപ്പ് ആയിരിക്കും. ഇതാണ് പാരബോളയുടെ പ്രത്യേകത. ക്ലിയർ ആണോ? ഇനി 5 പാസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്നിട്ട് ബാക്കി ഈ പോയിന്റ് ഒക്കെ കണ്ടുപിടിക്കാം. സെയിം മെത്തേഡ് ഇപ്പൊ എന്താണോ ചെയ്തത് അതേപോലെ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യന് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ പാരബോള ആയിട്ടുള്ള കഥകൾ. പിന്നെ ഇനി എലിപ്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എലിപ്സ് വളരെ അത്രയ്ക്ക് വലിയ ടഫ് ഒന്നുമല്ല, സിമ്പിൾ ആണ്. കുറച്ച് ടേംസ് നമുക്ക് പഠിക്കാറുണ്ട്. ഇതെങ്ങനെ വരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. കാരണം എലിപ്സിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻസിലേക്ക് ഞാൻ അത് എത്താം ആദ്യം, എന്നിട്ട് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ അത് എങ്ങനെയാ വരുന്നു എന്നുള്ള കഥയൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. കുറേ സംഭവം കുറേ പ്രൂഫ് ഉണ്ട് അതിനകത്ത്. ലാറ്റസ് റെക്റ്റം നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ, പക്ഷെ എങ്കിലും ഞാൻ അത് പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പം എലിപ്സിന്റെ എല്ലാ ഭാഗങ്ങളെ കുറിച്ചും ആദ്യം പഠിപ്പിച്ച കുറെ പ്രൂഫുകളാണ് ഇതിനകത്ത് മൊത്തം ഉള്ളത്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ആദ്യം എലിപ്സിന്റെ എല്ലാ ഭാഗങ്ങളെ കുറിച്ചും നമ്മൾ പറയാം. എലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പൂക്കളം ഇടുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ, 2 കയർ ഒരു സ്ഥലത്ത് കുത്തി വെച്ചുകൊണ്ട് ചോക്കിനെ ഇങ്ങനെ മൂവ് ചെയ്യാം. അതായത് ചോക്കിന് ഒരു കയറിന്റെ ഇങ്ങനെ, ഫോർ എക്സാമ്പിൾ ശ്രദ്ധിക്കുക, ഇപ്പൊ ഈ ഒരു വയറിന്റെ ഇപ്പൊ നടുവിലായിട്ട് ചോക്ക് കെട്ടി എന്ന് വിചാരിക്കാം. ഓക്കെ, എന്നിട്ട് ചോക്ക് ഇങ്ങനെ നടുവിൽ കെട്ടി വെച്ചതിന് ശേഷം
ഈ രണ്ട് പോയിന്റ്സും ഫിക്സ് ചെയ്തിട്ട് ചോക്ക് ഇങ്ങനെ മൂവ് ചെയ്യും. രണ്ട് പോയിന്റ്സ് ഫിക്സ് ചെയ്തിട്ട് അപ്പൊ ഈ ചോക്ക് ഇങ്ങനെ ഈ വയർ ഇങ്ങനെ ഒരെണ്ണം ടെൻസ്ഡ് ആകുമ്പോൾ ഒരെണ്ണം ലൂസ് ആവും. എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഇമേജ് ആണ് എന്ത് എലിപ്സ് എന്ന് പറയുന്നത്. അതായത് ചിലപ്പോൾ ഒരെണ്ണം ഇങ്ങനെ ടൈറ്റ് ആയിരിക്കുമ്പോൾ ഒരെണ്ണം സ്ലാക്ക് ആയി കിടക്കുന്നുണ്ടാവും. പിന്നെ ഇതിങ്ങനെ ടൈറ്റ് ആവുന്ന സമയത്ത് ഇതിങ്ങനെ സ്ലാക്ക് ആയി കിടക്കുന്നുണ്ടാവും. ഇങ്ങനെ വരച്ച് കിട്ടുന്ന സാധനമാണ് എലിപ്സ്. മനസ്സിലായോ? You got it? സാർ അപ്പൊ അതില് ചിലപ്പോ നമ്മള് മേജർ ആക്സിസ് എക്സ് ആക്സിസ് ആയിട്ട് വരും. അപ്പൊ ഇങ്ങനെ ചിലപ്പോ മേജർ ആക്സിസ് നമ്മൾ വൈ ആക്സിസ് ആയിട്ട് വരും. ഇപ്പൊ മേജർ ആക്സിസ് ഇതാ. ഓക്കെ, ചിലപ്പോ നമ്മൾ ഇങ്ങനെ വരയ്ക്കും, വൈ ആക്സിസിന് മേജർ ആയിട്ട്. ഓക്കെ, ഇതാണ് രണ്ട് ടൈപ്പ് ഓഫ് എലിപ്സ്. ഇതില് രണ്ട് ഫോക്കസ് ഉണ്ട്. ഓക്കെ, നോട്ട് ഇറ്റ്. ഒന്ന് F1 F2, എപ്പോഴും രണ്ട് ഫോക്കസ്. പിന്നെന്താ പ്രത്യേകത അറിയാം? ഇതിലെ വെർട്ടെക്സ് എന്ന് പറയുന്നത് ഈ പോയിന്റ് തന്നെയാണ് വെർട്ടെക്സ്. ഓക്കെ, വെർട്ടെക്സ് എന്ന് മേജർ ആക്സിസിൽ വരുന്ന രണ്ട് പോയിന്റ്സിന്റെയാണ് വെർട്ടെക്സ് എന്ന്. ഓക്കെ, നോട്ട് ഇറ്റ്. സെന്റർ എന്ന് പറയുന്നത് ഇതാണ്ടോ, സെന്റർ പോയിന്റ്. ഓക്കെ, സെന്റർ എന്ന് പറയുന്നത് ഒരു സെന്റർ തന്നെ ഉള്ളൂ, പക്ഷെ രണ്ട് ഫോക്കസ് ഉണ്ട്. മേജർ ആക്സിസ് ഇപ്പോ തൽക്കാലം എക്സ് ആക്സിസ് ആണ്. ഓക്കെ, നമ്മള് വൈ ആക്സിസ് ആ മേജർ ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്ത് വരയ്ക്കാറുണ്ട്. ഇനി അടുത്ത കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫോക്കസ് എന്ന സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സി എന്ന് വിളിക്കുക. അപ്പൊ രണ്ട് ഫോക്കസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2C ആണ് കേട്ടോ. ഓക്കെ, 2C ആണ്. ഇനി അപ്പൊ വേറൊരു കാര്യം കൂടി നോട്ട് ചെയ്യണം. രണ്ട് ഫോക്കസ് നമ്മൾ 2C ആണ്. അപ്പൊ ഒരു വെർട്ടെക്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് A ആണ് ഇവിടെ, സെന്ററിന് വെർട്ടെക്സിലേക്ക് A. അപ്പൊ രണ്ട് വെർട്ടെക്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2A ആണ്. അതാണ് മേജർ ആക്സിസിന്റെ ഡിസ്റ്റൻസ്. 2A ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് മേജർ ആക്സിസ്. മേജർ ആക്സിസിന്റെ ഡിസ്റ്റൻസ് ആണ് എന്ത്? 2A. ഓക്കെ, 2A. അപ്പൊ B ആണ് മൈനർ ആക്സിസിലുള്ള ഡിസ്റ്റൻസ്. B 2B ആണ് മൈനർ ആക്സിസിന്റെ ഡിസ്റ്റൻസ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എല്ലാം നോട്ട് ചെയ്ത് വെച്ചോ. എല്ലാം ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ്, എല്ലാം നോട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ നോട്ട് ചെയ്ത് വെച്ച സ്ഥിതിക്ക് നമുക്ക് ഇതിന്റെ വേറൊരു വകഭേദം നോക്കാം. അപ്പൊ എലിപ്സിന്റെ റിലേഷനെ കുറിച്ചൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കി കാണും വിചാരിക്കുന്നു. ഇതിനകത്ത് കുറച്ച് ടേംസ് ഉണ്ട്. നമ്മളിങ്ങനെ എന്തോ വലിയ സാധനം അങ്ങനെയൊന്നുമില്ല, ചെറിയ ഇതിന്റെ പേരാണ് എക്സിൻട്രിസിറ്റി എന്നൊക്കെ പറയണ്ട, ഓർ എക്സിൻട്രിസിറ്റി. ഈ എസിൻട്രിസിറ്റി എന്ന് പറയുന്ന സാധനം എന്താണെന്ന് ചോദിച്ചാൽ റേഷ്യോ ആണ്. എന്തിന്റെ റേഷ്യോ? അതായത് രണ്ട് ഫോക്കസുകൾ, സെന്ററിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസും അതിനാണ് സി എന്ന് പറയും. പിന്നെ അതേപോലെ തന്നെ സെന്ററിന്ന് വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് തമ്മിലുള്ള റേഷ്യോ. അതായത് നമ്മളിപ്പോ ഒരു എലിപ്സ് വരയ്ക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്ററിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസും അതേപോലെ തന്നെ സെന്ററിന്ന് ജസ്റ്റ് ഏതുവരെ, ഈ പറഞ്ഞ ഇതാണ് ഫോക്കസ്. അപ്പൊ ഈ രണ്ട് ഡിസ്റ്റൻസിന്റെ റേഷ്യോസിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? സിയും എയും. എക്സിൻട്രിസിറ്റി വിളിക്കും. ക്ലിയർ ആണോ? ക്ലിയർ? ഓക്കെ ആണോ? ശരി. പിന്നെ അടുത്ത എലിപ്സ് ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ മറിഞ്ഞിരിക്കും. പിന്നെ എലിപ്സിന്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, എലിപ്സ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ കേസ് ഓഫ് സർക്കിൾ ആണ്. സർക്കിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്?
സർക്കിളിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് എനിക്കറിയില്ല. സർക്കിളിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 ഇങ്ങനെ, അല്ലെങ്കിൽ ആർ സ്ക്വയർ, ഇങ്ങനെയാണ് സർക്കിളിന്റെ ഇക്വേഷൻ വരുന്നത്. പക്ഷെ ഇവിടെ 2 ഫോക്കസ് വരും, അപ്പോൾ മൊത്തത്തിൽ മാറും. ഇക്വേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇതാണ് എലിപ്സിന്റെ ഇക്വേഷൻ. ഈ എലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എലിപ്സ് ആണ്. ഓക്കെ, ഇനി എക്സ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്തോ ഓക്കെ, ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ, ഇങ്ങനെയുള്ള എലിപ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ കോഴിമുട്ട പോലുള്ള എലിപ്സ് ആണ്. അതായത് ഇതാ ഇങ്ങനെ, ഇത് കോഴിമുട്ട പോലെയുള്ള സാധനം തന്നെയാണ് എലിപ്സ്, പക്ഷെ ഇവിടുത്തെ എലിപ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അതായത് എലിപ്സിന്റെ ഷേപ്പ് മാറും. 2 ടൈപ്പ് ഓഫ് എലിപ്സ് ആണ് നമുക്കുള്ളത്. ഒന്നിലെ എലിപ്സ് എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കും? അയ്യോ, സർക്കിളായി. സ്പെഷ്യൽ കേസ് ആണ് സർക്കിൾ കേട്ടോ. കണ്ടോ, ഒന്നിലെ എലിപ്സ് ഇതാണ് എക്സ് ആക്സിസിന് മേജർ ആക്സിസ് ആയിട്ട് വരും. ഓക്കെ, ഈ എലിപ്സിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ പറഞ്ഞത്, എന്ത്? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ. ഇതിലെ പ്രത്യേകത എന്താണ്? ഈ എലിപ്സിന്റെ പ്രത്യേകത എന്താണ്? ഈക്വൽ ടു 1 എന്നുണ്ട്. ഓക്കെ, ഈക്വൽ ടു 1 എന്നുണ്ട്. ഈ എലിപ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ എയും ബിയും എന്താ? എയും ബിയും എന്ന് പറയുന്നത് എ ഇസ് ദ ഹാഫ് ഓഫ് ദ സെമി മേജർ മേജർ ആക്സിസ്. അതായത് മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആണ്. ഇതിന്റെ പകുതിയാണ്, ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് എ എന്ന് വിളിക്കുന്നത്. ബി എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് ബി. ഇത് മൈനർ ആക്സിസ്, ഇത് മേജർ ആക്സിസ്. ഓക്കെ, ഇത് ഒരു ടൈപ്പ് ഓഫ് എലിപ്സ്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് എലിപ്സ് ആണ് ഞാൻ അടുത്ത് വരച്ചത്. ഇങ്ങനെ ഈ ടൈപ്പ് ഓഫ് എലിപ്സിന്റെ മേജർ ആക്സിസും മൈനർ ആക്സിസും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അവിടെ ഇക്വേഷൻ എങ്ങനെയാവും? എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയറും വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു, ഇതാണ് ഇങ്ങനെ വൈ ആക്സിസ് മേജർ ആക്സിസ് ആയിട്ട് വരുന്നത്. ഇവിടെ എക്സ് ആക്സിസ് ആണ് മേജർ ആക്സിസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ എലിപ്സ് എന്ന് പറയുന്നത് വൈ ആക്സിസ് ആണ് മേജർ. അപ്പൊ ഇതിവിടെ ഇത് മൈനർ ആക്സിസ്, ഇത് മേജർ ആക്സിസ്. അപ്പോ എയും ബിനെ കുറിച്ചുള്ള ധാരണ. ഓക്കെ, എ ഇസ് ഓൾവേസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദിസ് മേജർ ആക്സിസിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2a തന്നെയാണ്. മൈനർ ആക്സിസ് എന്ന് പറയുന്നത് 2b തന്നെയാണ്. അതിന് വ്യത്യാസമില്ല. പക്ഷെ ഇവിടെ എഴുതുന്ന സമയത്ത് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം. അത്രേ ഉള്ളൂ, സിമ്പിൾ. അതായത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ, എക്സ് സ്ക്വയർ ബൈ താഴെ ഇടുന്ന സമയത്ത് ശ്രദ്ധിച്ചോ. താഴെ ഇടുന്ന സമയത്ത് വൈ ആക്സിസിന് സിമ്മട്രി, വൈ ആക്സിസ് ആണ് മേജർ ആക്സിസിൽ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ ബി സ്ക്വയർ, ഇവിടെ സെന്റർ എപ്പോഴും 0 തന്നെയാണ്. ഈ പറഞ്ഞ ബി സ്ക്വയർ എന്ന് പറയുന്ന ടേം ചെറുതായിരിക്കും, സ്മോൾ ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ അത് നിങ്ങൾ നോട്ട് ചെയ്യണം. ഓക്കെ, അതേപോലെ തന്നെ എക്സ് സ്ക്വയർ ബൈ മേജർ ആക്സിസ് എക്സ് ആക്സിസ് ആയി വരുന്ന സമയത്തും ഇവിടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ബിഗ് ആയിരിക്കണം. അപ്പൊ ഇത് നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്കൊരു ചോദ്യം ചുമ്മാ വെറുതെ എടുത്തൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ച്? എക്സിൻറ്റസിറ്റി പഠിച്ചു, ഇക്വേഷൻ ഒക്കെ ഉണ്ടാക്കാനൊക്കെ പഠിച്ച്. ഇനി ഇതിന്റെ ചോദ്യങ്ങൾ എങ്ങനെയാണ് വന്ന് കിടക്കുന്നത് നോക്കാം. ഇനി ലാറ്റസ് റെക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൂടി കേട്ടോ. അടുത്തൊരു സാധനമാണ് ലാറ്റസ് റെക്റ്റ്. അതായത് എന്തുട്ടാ ഈ ലാറ്റസ് റെക്റ്റ് എന്ന് പറഞ്ഞാൽ? ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റ് എന്ന് പറയുന്നത്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം, അത് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഈസ് നത്തിങ് ബട്ട് 2b സ്ക്വയർ ബൈ എ. അതെങ്ങനെയാ വരുന്നത് എന്നുള്ളത് ഇവിടെ ഉണ്ട്, ഒന്ന് നോക്കുക.
2b square by a. That's a length of lattice rectangle. Length of lattice rectangle. പാരബോളയിലെ ലാറ്റസ് റെക്ട് എങ്ങനെയായിരുന്നു? അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഫോക്കസ് ഇങ്ങനെ വരയ്ക്കുന്ന ഈ ഒരു ലൈൻ ആയിരുന്നു ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ട്. എലിപ്സിൽ ലാറ്റസ് റെക്ട് എന്ന് പറയുന്നതും എന്താ പറഞ്ഞാൽ ഫോക്കസ്, ഈ ഫോക്കസും ഉണ്ട്, രണ്ടും ഉണ്ട്. ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് ലാറ്റസ് റെക്ട്. ഓക്കെ, ഇതിൽ ബി എന്താണെന്ന് അറിയാലോ, ഹാഫ് ഓഫ് സെമി മേജർ ആക്സിസ്, സെമി മൈനർ ആക്സിസ്, സെമി മൈനർ ആക്സിസ്, സോറി, സെമി മൈനർ ആക്സിസിന്റെ ഡിസ്റ്റൻസിനെയാണ് ബി എന്ന് പറയുന്നത്. ഓക്കെ, മൈനർ ആക്സിസ് എന്ന് പറഞ്ഞാൽ മൊത്തം വരും, സെമി മൈനർ ആക്സിസ് ആണ് ബി. എ എന്ന് പറയുന്നതോ സെമി മേജർ ആക്സിസ്, പകുതി. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? സെമി മേജർ ആക്സിസും സെമി മൈനർ ആക്സിസും. സെമി മൈനർ ആക്സിസ് is this. Okay, semi major axis is this. Okay, clear? Okay അല്ലേ? അത്രേ ഉള്ളൂ പരിപാടി. 2b square by a is the length of lattice rectangle. അത്രേ ഉള്ളൂ. അപ്പൊ ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻസ് വരും. ആദ്യത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മൊത്തം നോക്കിക്കോളും. എന്താണ് കണ്ടുപിടിക്കുന്നത്? ഫോഴ്സ് കണ്ടുപിടിക്കാൻ, ലെങ്ത് ഓഫ് മേജർ ആക്സിസ് കണ്ടുപിടിക്കാൻ, മൈനർ ആക്സിസ് കണ്ടുപിടിക്കാൻ, എക്സിന്റെ സിറ്റി കണ്ടുപിടിക്കാൻ, ലാറ്റസ് റെക്ടം കണ്ടുപിടിക്കാൻ. ആദ്യം തന്നെ എലിപ്സിന്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് അറിയണം. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇതാണ് എലിപ്സിന്റെ ഇക്വേഷൻ. ഇതിൽ ഈ ഒരു ടേം ഒന്ന് ചെക്ക് ചെയ്യാറിയണം. എ എന്ന് പറയുന്ന ഡിനോമിനേറ്റർ വലുതാണെങ്കിൽ, എക്സിന്റെ താഴെ വരുന്ന ഡിനോമിനേറ്റർ വലുതാണെങ്കിൽ തീർച്ചയായും ആ എലിപ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. അതറിയാൻ മതി. അപ്പൊ ഇതില് ആദ്യത്തെ എലിപ്സ് എങ്ങനെയായിരിക്കും? ഇങ്ങനെ ആയിരിക്കോ അതോ ഇങ്ങനെ ആയിരിക്കോ? എങ്ങനെയായിരിക്കും ആദ്യത്തെ ഇക്വേഷൻ? ഏത് എലിപ്സ് ആയിരിക്കും? ഒന്നാമത്തെ. രണ്ടാമത്തെയോ? അപ്പൊ ഇത് സിമ്പിൾ ആണ്. ഇനിയിപ്പോ ഇതിന്റെ എ വാല്യൂ എന്തായിരിക്കും? ആദ്യം എ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ 36 ആണ്. അപ്പൊ എ എന്ന് പറയുന്നത് 6 ആയിരിക്കും. പ്ലസ് ഓർ മൈനസ് 6 ആയിരിക്കും അല്ലെ? ഈ പ്ലസ് ഓർ മൈനസ് 6ന്റെ ഉദ്ദേശം എന്താ പറഞ്ഞാൽ, ഒന്നുമില്ല ഈ 6 ഇവിടെ ആയിരിക്കും, അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പറായിരിക്കും. ഇതാണ് പ്ലസ് ഓർ മൈനസ് 6. ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പൊ ബി സ്ക്വയർ ഈക്വൽ ടു 16 ആണ്. ബി എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 4 ആയിരിക്കും. അതായത് ഒന്നുമില്ല മുകളിലായിരിക്കും, 0,4 ആയിരിക്കും, അല്ലെങ്കിൽ 0,-4 ആയിരിക്കും. ക്ലിയർ അല്ലേ? പക്ക? ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, okay, now we are going to deal with length of major axis. മേജർ ആക്സിസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2b ആണ്. അപ്പൊ 2 into 4 ആണ് 8. ഇതാണ് മൈനർ ആക്സിസിന്റെ മൈനർ. ഓക്കെ, മൈനർ ആക്സിസ്. മേജർ ആക്സിസിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2a ആണ്. 2 into 6 ആണ്, 12 ആണ്. അപ്പോൾ മേജർ ആക്സിസ് ആയി, മൈനർ ആക്സിസ് ആയി. ഇനി എക്സിന്റെ സിറ്റി, അതെന്താ? എക്സിന്റെ സിറ്റി എന്ന് പറയുന്നത് ഇ ആണ്. ഇ ഈസ് ഈക്വൽ ടു സി ബൈ എ. സി എന്താ? സി ഇവിടെ എന്താ? ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അതെങ്ങനെ കിട്ടുക? ഫോക്കസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് പഠിക്കാനുണ്ട്. ഇതാണ്ടോ, സിയും ഈ ഒരു ഡിസ്റ്റൻസും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ചാണ് പറയുന്നത്. അതിനു മുമ്പേ എലിപ്സിന്റെ ഡെഫിനീഷൻ എന്താണെന്ന് പറഞ്ഞില്ല അല്ലെ? എലിപ്സിന്റെ ഡെഫിനീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ? അതാദ്യം പറയാൻ വിട്ടുപോയി. എല്ലാത്തിനെയും ഡെഫിനേഷൻ പറഞ്ഞിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്.
എലിപ്സിന്റെ ഡെഫിനേഷൻ ഇതാണ്. Ellipse is the set of all points in the plane, the sum of whose distance from these two fixed points in this plane is constant. The constant പറഞ്ഞു കഴിഞ്ഞാൽ sum of this distance from the point of this ellipse from this two fixed point is always greater than the distance between those two fixed point. അപ്പൊ എന്താ പറഞ്ഞ ടു ഫിക്സഡ് പോയിന്റ്സിനെയാണ് ഫോക്കസ് എന്ന് വിളിക്കും. ഓക്കെ, ഫോസിഐ എന്നാണ് പറയുക. ഫോക്കസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫോക്കസ് ഉള്ളതുകൊണ്ട് ഫോസിഐ എന്നാണ് പറയുക. ഓക്കെ, ഈ എന്താണ് എലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എലിപ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ FP1 ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതായത് P1 F1 ഈ ഒരു ഡിസ്റ്റൻസ് പ്ലസ് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓൾവേസ് ഈക്വൽ ടു ഈ ഒരു ഡിസ്റ്റൻസ് പ്ലസ് ഈ ഒരു ഡിസ്റ്റൻസ്. അതാണ് പ്രത്യേകത. അതായത് P1 F1ഉം P1 F2ഉം P2 F2 എല്ലാം ഈക്വൽ ആയിരിക്കും. അതായത് ഞാൻ ഇവിടെ വരയ്ക്കുന്ന അങ്ങനെയുള്ള എല്ലാ ലൈനും ഈക്വൽ ആയിരിക്കും. അതാണ് ഇതിലെ പ്രത്യേകത. അതായത് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഫോക്കസ് എന്നൊരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇവിടെ വരയ്ക്കാം. ഫോക്കസ് ഇങ്ങനെ ഒരു ലൈൻ വരച്ച്, ഇനി ഇവിടേക്ക് ഒരു ലൈൻ വരച്ച്, ഈ ഡിസ്റ്റൻസ് ഒക്കെ ഈക്വൽ ആയിരിക്കും. അതാണ് പ്രത്യേകത. ഇതിന്റെ ഡിസ്റ്റൻസിന്റെ സമ്മ് ഉണ്ടോ, ആ ഡിസ്റ്റൻസ് എന്നല്ല. അതായത് ഇപ്പൊ ഞാൻ F1 എന്ന് ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ വരച്ചു, നേരെ ഇതിലേക്ക് കൂട്ടിമുട്ടിച്ചു. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഞാനിവിടെ P എന്ന് വാല്യൂ കൊടുക്കും. ഓക്കെ, എന്നിട്ട് F1 Pയും അതേപോലെ തന്നെ PF2 ഇത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഞാനിവിടെ ഇങ്ങനെ ഒരു പോയിന്റ് വരച്ച് ഇവിടെ C എന്ന് കൊടുത്തു കഴിഞ്ഞ് F1 Cയും പ്ലസ് F2 Cനോട് ഈക്വൽ ആയിരിക്കും. ഇങ്ങനെയുള്ള ഫിഗർ ആണ് എലിപ്സ്. ദിസ് ഇസ് എലിപ്സ്. യു ഗോട്ട് ഇറ്റ്? ക്ലിയർ? മനസ്സിലായ കാര്യം? പിടിയിട്ടു? അതായത് ഈ ഒരു ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസ് ഇതിന്റെ സമ്മ്, ഇത് L1 ഇത് L2. അപ്പൊ L1 പ്ലസ് L2 എന്ന് പറയുന്നത് താഴെ ഞാനിവിടെ L1 പ്ലസ് L2, ഇവിടെ L3 L4 എന്ന് വരച്ചിട്ടുണ്ടെങ്കിൽ ഈ L1 പ്ലസ് L2 ഈസ് ഈക്വൽ ടു L3 പ്ലസ് L4 ആയി. ക്ലിയർ ആണോ? ക്ലിയർ? ക്ലിയർ ആണോ? ഓക്കെ, ഇവിടെ എഴുതാൻ പറ്റുന്നില്ല, എന്താ സംഭവം മനസ്സിലാവുന്നില്ല. L1 പ്ലസ് L2 ഇസ് ഈക്വൽ ടു L3 പ്ലസ് L4 ആയിരിക്കും. ഇതാണ് പ്രത്യേകത. സോ ദാറ്റ്സ് ഓൾ. ഇതാണ് പ്രത്യേകത. അതായത് ഈ രണ്ട് ഡിസ്റ്റൻസിന്റെ സമ്മും അതേപോലെ തന്നെ താഴെയുള്ള രണ്ട് ഡിസ്റ്റൻസിന്റെ സമ്മും എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഇങ്ങനെയുള്ള ഫിഗറാണ് എലിപ്സ്. ഓക്കെ, അപ്പൊ അതാണ് എലിപ്സ് എന്നുള്ളത് മനസ്സിലാക്കണേ. അത് അവിടെ പറയാൻ വിട്ടുപോയതാണ്. ഇനി നോട്ട് ചെയ്യേണ്ട കാര്യം, നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇത് C ആണ്, ഇത് B ആണ്. അപ്പൊ ഇവിടെ ഈ ഡിസ്റ്റൻസിനെയാണ് B² പ്ലസ് C² അക്കോർഡിംഗ് ടു പൈത്തഗോറസ് തിയറം. നിങ്ങൾക്ക് അറിയാലോ, ഈ ഡിസ്റ്റൻസും ഒന്ന് ഹൈറ്റ് ആൾട്ടിറ്റ്യൂഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ആണ് B² പ്ലസ് C². അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അതിനകത്തുനിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും അറിയോ? അതിനകത്തുനിന്ന് നമുക്ക് C കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? B² പ്ലസ് C². അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സത്യത്തില് നിങ്ങൾക്ക് അത് അറിയുമായിരിക്കും എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് ഡിസ്റ്റൻസും എന്താ വരുന്നത്? B² പ്ലസ് C² പ്ലസ് B² പ്ലസ് C². രണ്ട് റൂട്ട് ഉണ്ടെന്ന് വിചാരിക്കും. ആ ഡിസ്റ്റൻസിന്റെ സമ്മാണ് ഇത് L1 ഇത് L2. ഇപ്പൊ L1 പ്ലസ് L2 എന്ന് പറയുന്നത്, ഇനി ഞാൻ വേറെ രണ്ട് ലൈൻ വരച്ചു വിചാരിക്കും. ആ ലൈൻ ഇങ്ങനെ ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു വിചാരിക്കും. ഈ ഡിസ്റ്റൻസിനോട് ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ ഇതിങ്ങനെ കിടത്തി ലാസ്റ്റ്
ഈ ലൈനും ഇതിന്റെ മുകളിൽ വേറൊരു ലൈനും വന്നു വിചാരിക്കും. അതായത് ഈ ഒരു ലൈനും ഇതിന് മുകളിൽ വേറൊരു ലൈനും കൂടി വന്നു വിചാരിക്കും. ആ ഡിസ്റ്റൻസിന്റെ സമ്മിനോട് ഈക്വൽ ആണ്. അതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മേജർ ആക്സിസിന്റെ ഡിസ്റ്റൻസ് ആണ്. 2a ഈക്വൽ ആണ്. അതായത് ഈ പറഞ്ഞ 2a ഈക്വൽ ആണ്. അതായത് 2 ടൈംസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് പറയുന്നത് 2a ഈക്വൽ ആണ്. അപ്പൊ 2ഉം 2ഉം കട്ടായി കഴിഞ്ഞാൽ റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് പറയുന്നത് a ആണ്. അപ്പൊ സി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ ആയി. അഥവാ സി സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആയി. അഥവാ സി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആയി. അതാണ് പ്രത്യേകത. കാര്യം പിടികിട്ടിയോ? കാര്യം പിടികിട്ടിയോ? മനസ്സിലായോ? അതായത് എന്താണെന്ന് അതിനകത്ത് നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്താ മനസ്സിലാക്കേണ്ടതെന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത്, ചിത്രം വെച്ചുകൊണ്ട് ഞാൻ കാണിച്ചു തന്നത്. അതായത് സി എങ്ങനെ കിട്ടുക എന്നുള്ളത്. സി എന്ന് പറഞ്ഞാൽ ഫോക്കസ് ആണ്. സി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. എ എന്ന് പറയുന്നത് വെർട്ടെക്സ് ആണ്. ബി എന്ന് പറയുന്നതും വെർട്ടെക്സ് ആണ്. ഇത് മേജർ ആക്സിസ്, മറ്റേത് മൈനർ ആക്സിസ്. മൈനർ ആക്സിസിൽ വരുന്നു, ഇത് മേജറിൽ വരുന്നു. ഇനി ഈ ലെങ്ത് എങ്ങനെയാണ് അതിലേക്ക് മെഷർ ചെയ്ത് എത്തുന്നത് എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തന്നത്. എലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫോക്കസ് എന്നുള്ള എല്ലാ സമ്മുകളും വരും. അപ്പൊ ആ 2 ലൈൻ എന്ന് പറയുന്നത് ഇതിന്റെ സമ്മ L1 പ്ലസ് L2. അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഞാനിപ്പോ എവിടേക്ക് ലൈൻ വരച്ചാലും ആ ലൈനിന്റെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഞാൻ വരച്ച് നോക്കുന്ന സമയത്ത് ലൈൻ ഇങ്ങനെ ചേർന്ന് വരും. ലാസ്റ്റ് ഫൈനലി ഈ ലൈൻ ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ ഇതിന് മുകളിൽ അങ്ങനെ ഇവിടെ L3, ഇത് മൊത്തം L4 ആയിട്ട് വരും. അപ്പൊ ഇവിടെ L3 പ്ലസ് L4 എന്ന് പറയുന്നത് എന്താണ്? മൊത്തം നോക്കുന്ന സമയത്ത് 2a ഈക്വൽ ആണ്. അതാണ് ഞാൻ ഇവിടെ ഇക്വേറ്റ് ചെയ്തത്. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എ ആണ്. അഥവാ ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എ സ്ക്വയർ ആണ്. അപ്പൊ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അതാണ് സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വരുന്നത്. സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എലിപ്സിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വെച്ചുകൊണ്ട് 4c ആയി കണ്ടുപിടിക്കാൻ പറ്റും. അഥവാ ഫോക്കസ് 2 ഉള്ളത് കൊണ്ടാണ് നമ്മൾ 4c എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ അത് വെച്ചുകൊണ്ട് നമുക്ക് എലിപ്സിന്റെ 4c ആയി കണ്ടുപിടിക്കാം. നമ്മുടെ ചോദ്യം അവിടെ ഉണ്ട്. ആ ചോദ്യത്തില് എലിപ്സിന്റെ 4c ആയി കണ്ടുപിടിക്കാം. അപ്പൊ ഈ ടൈപ്പ് ഓഫ് എലിപ്സ് ആണ് സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12 സ്ക്വയർ, ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സ്ക്വയർ, സോറി എ സ്ക്വയർ 6 ആണ് അല്ലേ. 6 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ 36 മൈനസ് 16 റൂട്ട് 20. സി എന്ന് പറയുന്നത് റൂട്ട് 20 ആണ്. പ്ലസ് ഓർ മൈനസ് വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 സ്ഥലത്തുണ്ട്. സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ സി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട്. പ്ലസ് ഓർ മൈനസ് വരും. കാരണം 2 4c ആയിട്ടുണ്ട്. ഓക്കെ, ഒന്നുമില്ല ഇവിടെ അല്ലെങ്കിൽ ഇവിടെ. ഓക്കെ, ക്ലിയർ ആണോ? കാര്യം പിടികിട്ടിയോ? ഓക്കെ ആണോ? മനസ്സിലായോ? അല്ല, അങ്ങനെയാണെങ്കിൽ സി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്തെല്ലാം കണ്ടുപിടിക്കാം. ലെങ്ത് ഓഫ് ലാറ്റോസ് റെക്റ്റം എന്താണ്? 2b സ്ക്വയർ ബൈ എ. 2b സ്ക്വയർ, ബി സ്ക്വയർ എന്ന് പറയുന്നത് 4 സ്ക്വയർ, എ എന്ന് പറയുന്നത് 6. അപ്പൊ എത്ര വരും? 16, 32. ഇവിടെ 3 വരും അല്ലേ. അപ്പം 16/3. അതാണ് ലെങ്ത് ഓഫ് ലാറ്റോസ് റെക്റ്റം. അപ്പൊ അത്രയും കാര്യങ്ങൾ അതിനകത്ത് കണ്ടുപിടിക്കണം. ഈസിക്കൽ ടു സി ബൈ എ അതും പറഞ്ഞു പോയി, അത് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ റൂട്ട് 20/a, റൂട്ട് 20/6. ഇതാണ് ലെങ്ത് ഓഫ് ലാറ്റോസ് റെക്റ്റം. ഇത് വളരെ സിമ്പിൾ ആണ്. ഒരു പ്രൊസീജിയർ അതേ മെത്തേഡാണ് അടുത്തതിൽ എല്ലാത്തിലും അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ചില ചോദ്യങ്ങളിൽ ഇങ്ങനെ ആയിരിക്കും വന്നത്.
ഉണ്ടോ? ആ ചോദ്യം ശ്രദ്ധിച്ചോ. ആദ്യം ഇത് എഴുതിയെടുക്കും, എന്തൊക്കെയാണ് കണ്ടുപിടിച്ചെന്നുള്ളത് നോട്ട് ചെയ്യും, എന്നിട്ട് അതിലേക്ക് പോകും. എന്തൊക്കെയാണ് കണ്ടുപിടിച്ചത്? മൈനർ ആക്സിസ്, മേജർ ആക്സിസിന്റെ ഡിസ്റ്റൻസ്, ആദ്യം എലിപ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞു, എയും ബിയും കണ്ടുപിടിച്ചതിന് ശേഷം ഉണ്ടാ മൈനർ ആക്സിസും മേജർ ആക്സിസും കണ്ടുപിടിച്ചു. പിന്നെ സി കണ്ടുപിടിച്ചു, എക്സ് ഇന്റർസിറ്റി കണ്ടുപിടിച്ചു, ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം കണ്ടുപിടിച്ചു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചു. അപ്പോൾ ഓരോന്നും കണ്ടുപിടിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്യാൻ. ഒന്ന് എ ആണ്. എ എന്ന് പറയുന്നത് മേജർ ആക്സിസിന്റെ ഡിസ്റ്റൻസ് ആണ്. സെമി മേജർ ആക്സിസ് എന്ന് പറയും. ഓക്കെ, സെമി മേജർ ആക്സിസ്. ബി എന്ന് പറയുന്നത് സെമി മൈനർ ആക്സിസ് ആണ്. ഓക്കെ, 2a എന്ന് പറയുന്നതാണ് മേജർ ആക്സിസിന്റെ ഡിസ്റ്റൻസ്. 2b എന്ന് പറയുന്നതാണ് മൈനർ ആക്സിസിന്റെ ഡിസ്റ്റൻസ്. ഇ എന്ന് പറഞ്ഞ എക്സ് ഇന്റർസിറ്റി, ഇറ്റ് ഈസ് സി ബൈ എ. സി എന്ന് പറഞ്ഞ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറഞ്ഞാൽ 2b സ്ക്വയർ ബൈ എ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കും. I think it's clear. Note it. ഓക്കെ ആണെങ്കിൽ നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. അന്ന റെഡിയാണോ 9ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ? എങ്ങനെയാണ് 9ാമത്തെ ക്വസ്റ്റ്യനെ നമുക്ക് ആ ഒരു രൂപത്തിലേക്ക് മാറ്റുക? 4x² + 9y² = 36. എങ്ങനെയാണ്? 4x² + 9y² = 36. ഇതിനെ എങ്ങനെ നമുക്ക് x² പ്ലസ് എങ്ങനെ മാറ്റാൻ പറ്റും? x² + a² + y² / b² = 1ലേക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? ഇവിടെ 1 ആക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ 1 ആക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിൽ 1 കിട്ടാൻ എന്ത് ചെയ്യണം? 36 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 36 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് ഡിവൈഡഡ് ബൈ, അതൊക്കെ പറയണം നമ്മൾ അല്ലേ. ഡിവൈഡഡ് ബൈ 36 ഓൺ ബോത്ത് സൈഡ്. അപ്പൊ എന്ത് കിട്ടും? 4x² 36, 9y² 36. ഒരു സൈഡ് മാത്രം ചെയ്താൽ പറ്റില്ല, രണ്ട് സൈഡും ചെയ്യണമല്ലോ. അങ്ങനെയാണല്ലോ നിയമം. അപ്പൊ x² / 36/4 ഇങ്ങനെ 4 താഴേക്ക് എടുക്കാം. 9y² 36 ഇതില് 9 എന്ന് പറയുന്ന ഈ ഒരു ഭാഗം നമുക്ക് താഴേക്ക് എടുക്കാം. ഓക്കെ, ഇത് 1. അപ്പൊ എങ്ങനെയാവും? x² / 36/4 എത്ര വരും? y². 36/9 എത്ര വരും? റെഡി ആയില്ലേ? അങ്ങനെ മാത്രം പോരാ, നമുക്ക് ഒന്നും കൂടി അതിനെ വൃത്തിയാക്കണം. എങ്ങനെ എഴുതും? എങ്ങനെ മാറ്റിയത്? x² / 3² + y² / 2² = 1 എന്ന് കിട്ടും. അപ്പൊ ഇത് നമ്മളുടെ ജനറൽ ഇക്വേഷൻ ആയിട്ട് അങ്ങ് കമ്പയർ ചെയ്യാം. x² / a² + y² / b² = 1 ആയിട്ട് അങ്ങ് കമ്പയർ ചെയ്യാം. അത് കമ്പയർ ചെയ്യുന്ന സമയത്ത് a = 3 കിട്ടും, b = 2 കിട്ടും. ഇനി സെമി മേജർ ആക്സിസിന്റെ ഡിസ്റ്റൻസ്, സെമി മേജർ ആക്സിസ് എന്ന് പറയുന്നതാണ് a. ഓക്കെ, അപ്പൊ മേജർ ആക്സിസിന്റെ ഡിസ്റ്റൻസ് 2a. അതേപോലെ മൈനർ ആക്സിസിന്റെ ഡിസ്റ്റൻസ് എത്രയാ? 2b. അപ്പൊ എത്ര വരും? 2 × 3 6. ഇവിടെ 2 × 2 എന്ന് പറയുന്നത് 4 വരും. ഇനി എക്സ് ഇന്റർസിറ്റി c / a. അതിന് ആദ്യം c ആണ്. c = √a² - b² ആണ്. √ what? 9 - 4 = √5. പ്ലസ് ഓർ മൈനസ് വാല്യൂ വരും. അപ്പൊ = √5 / what? a എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. ഇനി ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം.
ലാക്ടസ് റെക്റ്റം ഇതിന്റെ ലെങ്ത് ദാറ്റ് ഈസ് 2b² ബൈ എ, ദാറ്റ് ഈസ് 2 ഇൻറ്റു 4 ബൈ എ എന്ന് പറയുന്നത് 3 ആണ്. സോ 8/3 വരും. സോ ലെങ്ത് ഒക്കെ എടുക്കുന്ന സമയത്ത് അപ്പോൾ അങ്ങനെയായിരിക്കും. ഫോക്കസ് ഒക്കെ എടുക്കുമ്പോൾ അവിടെ പ്ലസ് ഓർ മൈനസ് വരും. അതുപോലെ തന്നെ ഇതിനകത്ത് എയും ബിയും ഒക്കെ പ്ലസ് ഓർ മൈനസ് വാല്യൂസ് വരും. കാരണം ഇവിടെ വരുന്നത് ഇങ്ങനെയുള്ള എലിപ്സ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് ഇങ്ങനെ മേജറായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കഥ. കാര്യം പിടികിട്ടി കാണാൻ വിചാരിക്കുന്നു. ദിസ് ഇസ് x² ബൈ 3² പ്ലസ് y² ബൈ 2² ഈക്വൽ ടു ദിസ് ലൈക്ക് ദിസ്. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് 1 മുതൽ 9 വരെയുള്ള എല്ലാ ചോദ്യങ്ങളും ചെയ്യാം. ബാക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. 10, 11 ചെയ്യാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എക്സാമ്പിൾസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, എക്സാമ്പിൾസ് ചെയ്തതിന് ശേഷം ബാക്കി ചെയ്യാം. എക്സാമ്പിൾസിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കിയതിന് ശേഷം പതുക്കെ എലിപ്സിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ.